ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഈ വരി പോലെ തന്നെ പഴയ സ്കൂൾ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാലയങ്ങളിലെല്ലാം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ വ്യാപകമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇതൊരു ഓർമ്മ പുതുക്കൽ ആണെങ്കിലും പലപ്പോഴും അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഒത്തുകൂടി പിന്നീട് ഒളിച്ചോടിയ സംഭവങ്ങളും നമ്മൾ വാർത്തയിലൂടെ കേട്ടതാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാരണം പണി കിട്ടിയ അധ്യാപികയുടെ വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. 31 വർഷത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തി പരിചയം പുതുക്കിയാൽ പിന്നീട് പൂർവ്വ അധ്യാപികയുടെ പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിമുങ്ങി. ചെറിയമുണ്ടം തലക്കടത്തൂർ സ്വദേശി നീലിയത്ത് വേർക്കൽ ഫിറോസ്, ഭാര്യ റംലത്ത് എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത്. 1988-90 കാലത്ത് പഠിപ്പിച്ച പരപ്പനങ്ങാടി സ്വദേശിയായ അധ്യാപികയാണ് തട്ടിപ്പിനിരയാക്കിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പരിചയം പുതുക്കിയ ശേഷം ഇയാൾ അധ്യാപികയുടെ സ്നേഹം പിടിച്ചുപറ്റി. പിന്നീട് ഭാര്യയുമൊത്ത് അധ്യാപികയുടെ വീട്ടിലെത്തി സ്വർണവുമായി ബന്ധപ്പെട്ട ബിസിനസ് തുടങ്ങുന്നതിനായി പണം ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യം 1 ലക്ഷം രൂപ നൽകി ലാഭവിഹിതം എന്ന പേരിൽ 4000 രൂപ ഏതാനും മാസം അധ്യാപികയ്ക്ക് നൽകി. പിന്നീട് 3 ലക്ഷം രൂപ കൈവശപ്പെടുത്തി. ഇതിന് മാസം 12,000 രൂപ വീതം നൽകി. പിന്നീട് പല തവണകളിലായി 27.5 ലക്ഷം രൂപ കൈവശപ്പെടുത്തി. ഇതോടുകൂടി ലാഭവിഹിതം നിലച്ചു. വിവരമന്വേഷിച്ച അധ്യാപികയോട് ബിസിനസ്സിലേക്ക് കൂടുതൽ പണം ഇറക്കേണ്ടതുണ്ടെന്നും അറിയിച്ചതോടുകൂടി അധ്യാപക കൈവശമുള്ള 21 പവൻ സ്വർണ്ണാഭരണങ്ങളും നൽകി. തിരൂരിലെ ബാങ്കിൽ പണയപ്പെടുത്തിയ ഈ സ്വർണ്ണാഭരണങ്ങൾ പിന്നീട് ഇയാൾ വിറ്റു. തുടർന്ന് ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങി. കർണാടകയിലെ ഹാസനിൽ ആഡംബര ജീവിതം ഇയാൾ നയിച്ചു വരികയായിരുന്നു. അധ്യാപികയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർണാടകയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന ഇരുവരെയും പരപ്പനങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വാലിയാട്ടൂരും സംഘവും പിടികൂടി.